വീണ്ടും ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. പരശുരാം എക്സ്പ്രസ് രക്ഷപ്പെട്ടത് തലനാഴിഴയ്ക്കാണ്. ഇന്ന് പുലർച്ചെയാണ് കന്യാകുമാരി ജില്ലയിലെ ഇരിയാണിയലിന് സമീപം റെയിൽവേ ട്രാക്കിൽ കല്ലുകൾ സ്ഥാപിച്ച നിലയിൽ കണ്ടെത്തിയത്. കന്യാകുമാരിയിൽ നിന്നും മംഗളൂരുവിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന പരശുരാം എക്സ്പ്രസ് ട്രെയിൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാഴിഴയ്ക്കാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ തമിഴ്നാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ട്രെയിൻ മറിച്ചിടാനായിരുന്നു ഇക്കൂട്ടരുടെ ശ്രമം നടത്തിയതും. ഇതിനു പിന്നിൽ തീവ്ര ജിഹാദികളുടെ കൈകളാണോ എന്നതും സംശയമായി നിഴലിക്കുകയാണ്. ഇരണിയൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തെത്തിയപ്പോൾ ട്രെയിൻ മറിച്ചിടാൻ ട്രാക്കുകളിൽ കല്ലുകൾ സ്ഥാപിച്ചിരുന്നത് ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇത് കണ്ട ലോക്കോ പൈലറ്റ് ഉടൻ തന്നെ ട്രെയിൻ നിർത്തി വലിയൊരു അപകടമാണ് ഒഴിവാക്കിയതും. തുടർന്ന് ഇക്കാര്യം റെയിൽവേ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പാളത്തിലെ കല്ലുകൾ നീക്കം ചെയ്ത ശേഷമായിരുന്നു ഏകദേശം അരമണിക്കൂറിന് ശേഷം എക്സ്പ്രസ് ട്രെയിൻ പുറപ്പെട്ടതും. കല്ലുകൾ സ്ഥാപിച്ച സ്ഥലത്ത് റെയിൽവേ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി വരികയാണ്. ട്രെയിനുകളിൽ കല്ലുകൾ അവർക്കെതിരായി റെയിൽവേ പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി വരികയാണിപ്പോൾ. അതേസമയം കേരളത്തിൽ തന്നെ ഇപ്പോൾ പല കേസുകളും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തന്നെയാകും ഇതിനു പിന്നിൽ എന്നതാണ് കണക്കാക്കപ്പെടുന്നതും. ഇത്തരത്തിൽ ട്രെയിൻ അട്ടിമറിയിലൂടെ വലിയ അപകടങ്ങളും കലാപങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢ പദ്ധതിയാണ് ഇവർക്ക് പിന്നിലുള്ളതും. നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുക എന്നതാണ് ഇവരുടെ മുഖ്യ ലക്ഷ്യം. പ്രത്യേക അജണ്ടയോടെയാണ് ഇവർ പ്രവർത്തിക്കുന്നതും. കഴിഞ്ഞ ദിവസം കൊല്ലം കുണ്ടറയിൽ പഴയ ഫയർ സ്റ്റേഷന് സമീപമുള്ള റെയിൽവേ സ്റ്റേഷൻ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് സ്ഥാപിക്കുകയായിരുന്നു. എഴുകോൺ പോലീസ് എത്തി പോസ്റ്റ് പിന്നീട് മാറ്റുകയും പിന്നാലെ വീണ്ടും പോസ്റ്റ് വെച്ചതായും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമാക്കി നടത്തിയ അട്ടിമറി ശ്രമമാണോ എന്ന സംശയത്തിൽ പോലീസും റെയിൽവേ വിഭാഗവും പറഞ്ഞിരുന്നു. ഈ വഴിക്കായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയതും. രാജ്യത്ത് ട്രെയിൻ അട്ടിമറി തുടർന്നു വരികയാണ്. ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ച നിരവധി കേസുകൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈയിടയ്ക്കാണ് മംഗളൂരുവിലെ തെക്കട് റെയിൽവേ സ്റ്റേഷനിൽ ആ ട്രാക്കുകളിൽ കല്ലുകൾ കണ്ടെത്തിയതെന്നായി അന്വേഷണം ആരംഭിച്ചതും. മംഗളൂരുവിലെ തെക്കാട്ട് റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ ട്രാക്കിലാണ് കല്ല് കണ്ടെത്തിയതും. കേരളത്തിൽ നിന്നുള്ള തീവണ്ടി കടന്നു പോയപ്പോൾ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുകയായിരുന്നു. ഇത് കേട്ട പരിസരവാസികളാണ് വിവരം പോലീസിനെയും റെയിൽവേ അധികൃതരെയും അറിയിച്ചത്. റെയിൽവേ അധികൃതരെത്തി പരിശോധിച്ചപ്പോഴാണ് ട്രാക്കിന് മുകളിൽ കല്ലുകൾ വെച്ചതായി കണ്ടെത്തിയതും. കേരളത്തിൽ നിന്നടക്കമുള്ള 2 തീവണ്ടി കടന്നു പോയപ്പോഴാണ് വൻ ശബ്ദം മുഴക്കം ഉണ്ടായതും. ഉത്സവത്തിന് പോയി മടങ്ങി വരുന്ന സ്ത്രീകൾ സ്ഥലത്ത് 2 പേർ നിൽക്കുന്നത് കണ്ടിരുന്നുവെന്നും മൊഴി നൽകുകയായിരുന്നു ചെയ്തതും. അതേസമയം സെപ്റ്റംബറിൽ കാൺപൂരിലും ഇത്തരത്തിൽ റെയിൽവേ അട്ടിമറി നടത്താൻ ശ്രമം നടത്തിയിരുന്നു. കാൺപൂരിൽ ദെഹാത്ത് ജില്ലയിൽ റെയിൽവേ ട്രാക്കിലാണ് സംഭവം നടന്നതും. ഡൽഹി ഹൗറ റെയിൽപാതയിൽ പ്രേംപൂർ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഗ്യാസ് സിലിണ്ടർ കണ്ടെത്തിയതും. ഒരു എക്സ്പ്രസ് ട്രെയിനിലെ ലോക്കോ പൈലറ്റാണ് അടുത്ത പാളത്തിൽ ഗ്യാസ് സിലിണ്ടർ കിടക്കുന്നത് കാണുന്നതും. തുടർന്ന് അദ്ദേഹം കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയും പിന്നാലെ അതുവഴി വന്ന ഗുഡ്സ് ട്രെയിൻ നിർത്താൻ കൺട്രോൾ റൂം അറിയിപ്പ് നൽകുകയായിരുന്നു. ഇതോടെയാണ് വലിയ അപകടം ഒഴിവായിരിക്കുന്നതും. സെപ്റ്റംബർ 8-ാം തീയതിയും ഇത്തരത്തിൽ ട്രാക്കിംഗ് നിന്ന് ഗ്യാസ് സിലിണ്ടർ കണ്ടെത്തിയിരുന്നു. കാൺപൂർ കാസ്ഗഞ്ച് റൂട്ടിൽ ബർരാജ്പൂരിലും അതുപോലെ തന്നെ ബിൽഹൌസിനും ഇടയിലുള്ള മുണ്ടേരി ഗ്രാമത്തിലൂടെ പോകുന്ന റെയിൽവേ ട്രാക്കിലാണ് ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നതും. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്ന് ഹരിയാനയിലെ വിവാനിലേക്ക് പോവുകയായിരുന്ന കാളിന്തി എക്സ്പ്രസ് ട്രെയിൻ ട്രാക്കിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. കഴിഞ്ഞ മാസം 9-ാം തീയതിയും രാജസ്ഥാനിലെ റെയിൽവേ ട്രാക്കിൽ 70 കിലോ വരുന്ന സിമന്റ് കട്ട കണ്ടെത്തിയിരുന്നു. ട്രാക്കിൽ സിമന്റ് കട്ട കണ്ടതിന് പിന്നാലെ തന്നെ ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ കട്ടയുടെ മുകളിലൂടെ ട്രെയിൻ പാഞ്ഞു കയറുകയാണ് ഉണ്ടായതും. രാജസ്ഥാനിലെ അജ്മീറിലാണ് സംഭവം നടന്നതും. തുടരെ രാജ്യത്ത് ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് ഈ സംഭവങ്ങളിലൂടെയൊക്കെ തന്നെ വ്യക്തമാകുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.